ഹരിയാനയിൽ ദളിത് കുടുംബത്തെ സംഘപരിവാർ ചുട്ടുകരിച്ച സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും സർക്കാർ അറിയിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. RSS പീഡനം തുടർക്കഥയാണെന്ന് ദളിത് സ്ത്രീകൾ പീപ്പിൾ TVയോട് വ്യക്തമാക്കി. ഹരിയാനയിൽ സംഘപരിവാർ പിന്തുണയോടെ മേൽജാതി വിഭാഗക്കാർ ദളിത് കുടുംബത്തെ ചുട്ടുകരിച്ചതിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. കൊല്ലപ്പെട്ട 9 മാസവും 2 വയസ്സുമുള്ള കുട്ടികളുടെ മൃതദേഹവുമായി നാട്ടുകാർ ദില്ലി ആഗ്ര ദേശീയപാതയ്ക്ക് സമീപമുള്ള റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാന സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. തുടർന്ന് തിങ്കളാഴ്ച കുട്ടികളുടെ സംസ്കാരം നടത്തുമെന്ന് ബന്ധുക്കൾ ഉറപ്പു നൽകി. അതേസമയം സംഭവത്തിന് പിന്നിൽ പോലീസും BJP സർക്കാരിന്റെയും ഒത്തുകളിയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. That night there was a jagran going on here. The police left their posts and went to attend the jagran. And at that very time they came and burnt the house. That means there's a connivance between the administration, the police and the criminals. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കുടുംബത്തെ സന്ദർശിച്ചു. जो परिवार के लोग हैं वो CBI इंक्वायरी चाहते हैं जी, तो ये मांगे हैं, मगर सच्चाई ये है कि यहाँ पे कमजोर लोगों की, गरीब लोगों की सरकार नहीं है. यहाँ पे अत्याचार हो रहा है, गरीब लोग दबाए जा रहे हैं, मारे जा रहे हैं. बिल्कुल गलत है. കുടുംബത്തെ ചുട്ടുകരിച്ച സംഭവം വിവാദമായതിനെ തുടർന്ന് 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. നേരത്തെ മേൽജാതി വിഭാഗം RSS പിന്തുണയോടെ ആക്രമണം നടത്തിയിരുന്നതായി ദളിത് സ്ത്രീകൾ പറയുന്നു. वहाँ 6 महीना हमारा डर रहे, 6 महीना अपनी बुआ सास के वहाँ रही हूँ. अब 2-3 महीना से आई यहाँ हटिया बस. ദളിത് കുടുംബങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ തുടർക്കഥയായതോടുകൂടിയാണ് നീതി തേടി ഒടുവിൽ ദില്ലി ആഗ്ര നാഷണൽ ഹൈവേക്ക് സമീപം കുത്തിയിരിപ്പ് സമരത്തിലേക്ക് കുടുംബാംഗങ്ങൾ എത്തേണ്ടി വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ BJP നേതൃത്വമടക്കം മൗനം പാലിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനീഷ് ശങ്കരൻ, ദില്ലി. രാജ്യം നേരിടുന്ന അസഹിഷ്ണുതകൾക്കെതിരെ പുരസ്കാരങ്ങൾ തിരികെ നൽകി പ്രതിഷേധിക്കുന്നത് ധീരവും ചടുലവുമായ നടപടിയെന്ന് പ്രശസ്ത നടി ശർമിള ടാഗോർ. ഇന്ത്യ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് വീണിരിക്കുന്നു. എതിർക്കുന്നവരെ വാക്കുകൾ കൊണ്ട് നേരിടുന്നതിന് പകരം ശാരീരികമായാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ കലാകാരന്മാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകി പ്രതിഷേധിക്കുന്നത് ധീരമായ നടപടിയെന്നാണ് ശർമിള ടാഗോർ വിലയിരുത്തിയത്. മാതാവിനെ അപമാനിച്ച് DYFI പ്രവർത്തകന്റെ പേരിൽ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെതാണെന്ന് CPIM. യൂത്ത് കോൺഗ്രസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഫോട്ടോയ്ക്കിട്ട കമന്റിന്റെ പേരിലാണ് സംഭവം വിവാദമാക്കിയത്. പോസ്റ്റ് DYFI നേതാവിൻ്റെതാണെന്ന വാർത്ത ശരിയല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. പുതിയ വിവാദം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും CPIM ആരോപിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 9 മുതൽ 28 വരെ നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:45 മുതലായിരിക്കും നടക്കുക. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പരീക്ഷ ഉണ്ടായിരിക്കില്ല. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പൂജാ അവധിക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ അടയ്ക്കുന്നു. നാളെ ഓപ്പറേഷൻ തിയേറ്ററിന് അവധി പ്രഖ്യാപിച്ച് സർക്കുലർ. ജീവനക്കാർക്ക് അവധി നൽകുന്നത് ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെച്ച് എന്ന് സർക്കുലറിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. മഹാനവമിക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് അവധി പ്രഖ്യാപിച്ചാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് സർക്കുലർ പുറത്തിറക്കിയത്. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളിലെയും ഹെഡ് നഴ്സുമാർ, സർജറി വിഭാഗം മേധാവികൾ എന്നിവർക്ക് നൽകിയ സർക്കുലറിലാണ് ഒക്ടോബർ 22-ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകുന്നത്. എമർജൻസി ഓപ്പറേഷനുകൾ നടത്താമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സർക്കുലറിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ വ്യക്തമാക്കുന്നില്ല. സർക്കുലറിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. ഇക്കാര്യം സ്ഥിരീകരിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് KN ഗോപാൽ വിശേഷ ദിവസങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്ററിന് അവധി നൽകാറുണ്ടെന്ന് വ്യക്തമാക്കി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ നടത്താനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഗുഡ് ഫ്രൈഡേക്കും ഓപ്പറേഷൻ തിയേറ്റർ അവധിയാണ്. അതുപോലുള്ള റുട്ടീൻ ആയിട്ടുള്ള ഒരു അവധിയാണ് ഇതും. എല്ലാ ഡോക്ടർമാരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമാണ്, ഇലക്ടീവ് ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് അവധി. എമർജൻസി ഓപ്പറേഷൻ നടക്കുന്നതാണ്. എന്നാൽ സർജിക്കൽ വിഭാഗം മേധാവികൾക്കും സീനിയർ നഴ്സുമാർക്കും അവധി നൽകുമ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ എങ്ങനെ നടത്തുമെന്ന് അധികൃതർക്ക് വിശദീകരണമില്ല. കഴിഞ്ഞ വർഷം മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് അവധി നൽകിയതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ നടപടിയുണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചതും വിവാദമായി. പിന്നാലെയാണ് ജീവനക്കാർക്ക് അവധി ആഘോഷിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിന് അവധി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പീപ്പിൾ TV ബിഗ് ഇമ്പാക്ട്. പൂജാവധിക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിന് അവധി പ്രഖ്യാപിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. DMOയോട് റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. ഇത് ഞാനിപ്പോൾ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ DME ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട്
ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന കോൺഗ്രസ് നേതാവ് പിന്മാറി. DCC അംഗവും എ ഗ്രൂപ്പ് നേതാവുമായ രമേശ് നമ്പിയത്താണ് പിന്മാറിയത്. UDFൽ CMPക്ക് അനുവദിച്ച സീറ്റിലാണ് രമേശ് നമ്പിയത്ത് വിമത സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. DCC അംഗം രമേശ് നമ്പിയത്ത് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത് കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നമായി മാറിയിരുന്നു. മറ്റു ജില്ലകളിൽ വിമതർക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ രമേശ് നമ്പിയത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. CMPയിൽ നിന്ന് സീറ്റ് തിരികെ വാങ്ങി പ്രശ്നം പരിഹരിക്കാനായിരുന്നു ശ്രമം. ഇതിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ നേരിട്ടിടപെട്ട് നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രമേശ് നമ്പിയത്ത് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. അധ്യക്ഷൻ ശ്രീ VM സുധീരനും ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ പ്രചാരണത്തിനിറങ്ങുന്നില്ലെന്ന് കാണിച്ച് CMP UDFന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരൊറ്റ CMP പ്രവർത്തകൻ പോലുമില്ലാത്ത വാർഡിൽ മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തകനെയാണ് CMP സ്ഥാനാർത്ഥിയായി നിർത്തിയതെന്നായിരുന്നു രമേശ് നമ്പിയത്തിനെ അനുകൂലിക്കുന്നവരുടെ ആരോപണം. രാവിലെ UDF നേതൃത്വം ഇടപെട്ട് വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗത്തിൽ സൗഹൃദ മത്സരം അനുവദിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടെന്ന ധാരണയെ തുടർന്ന് പിന്നീട് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. CMPയുടെ പ്രമുഖ നേതാവിന് ജില്ലയിലെ UDF നേതാക്കളുമായുള്ള അടുപ്പത്തെ തുടർന്നാണ് CMPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് സീറ്റ് അനുവദിച്ചതെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരത്ത് ബസ്സിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും സസ്പെൻഡ് ചെയ്തു. നടപടി ആവശ്യപ്പെട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ബസ്സിടിച്ച അമ്മയെയും കുഞ്ഞിനെയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ആരോപണം.